എല്ലാവർക്കും നമസ്തേ. ആലപ്പുഴയിൽ നടക്കുന്ന CPI സംസ്ഥാന സമ്മേളനത്തിൽ അതിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഡാനിയൽ രാജ ഒരു പ്രസംഗം അങ്ങ് നടത്തി. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത് ഈ ഇടതുപക്ഷം ശക്തി ക്ഷയിച്ചതോടുകൂടി രാജ്യത്ത് ജനാധിപത്യം ഭീഷണിയിലാണെന്ന്. അതായത് നേരത്തെ 43 MP ആ സ്ഥാനത്ത് ഇപ്പോൾ 2 അക്കം തികച്ചില്ല എന്ന് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നത് 2 അക്കം എന്ന് പറയുന്നത് നമുക്ക് 9 വരെ 10 2 അക്കം എന്ന് പറയുന്നത്. 9 വരെ ആണെങ്കിൽ ഒരക്കമാണ്. അദ്ദേഹം എന്നാൽ MP എണ്ണം പറയുന്നില്ല, എത്ര ഉണ്ട്, ഒരു 4 പേര് പോലും MP CPM ഈ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല. എന്നിട്ടാണ് അദ്ദേഹം പറയുന്നത് 2 അക്കം തികച്ചില്ല. അത് കേൾക്കുമ്പോൾ വിചാരിക്കും 9 MP ഇടതുപക്ഷത്തിനുണ്ടെന്ന്. അത് മറച്ചു വെച്ചുകൊണ്ടാണ് അദ്ദേഹം എണ്ണം പറയുന്നത്. ജനങ്ങൾ ചിന്തിക്കും, എടാ ഈ 43 നിന്ന് ഇവരെ ചവിട്ടി കീഴോട്ടാക്കിയത് ജനങ്ങൾ ഇവരെ കുറിച്ച് ശരിക്കും മനസ്സിലാക്കിയിട്ടാണ് എന്ന് ചിന്തിക്കും എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. പിന്നെ വലിയൊരു കാര്യം കൂടെ അദ്ദേഹം പറഞ്ഞു. മോദി ഭരണത്തിൽ രാജ്യത്ത് ജനാധിപത്യവും ഭരണഘടനയും കനത്ത വെല്ലുവിളി നേരിടുമ്പോൾ അതിനെതിരായ പരിചയായി ഇടതുപക്ഷം ശക്തിപ്പെടണം. അതിനുള്ള വഴി എല്ലാ ഇടതു പാർട്ടികളും ഗൗരവമായി ആലോചിക്കണം. ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇത് പറയുന്നത് ആരാണ്? ജനാധിപത്യത്തിൽ വിശ്വസിക്കാത്ത ഒരു പ്രസ്ഥാനം. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി, CPM ആകട്ടെ CPI ആകട്ടെ, ഈ RSP പോലുള്ള കൊച്ചു കൊച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാകട്ടെ, ഇവരൊന്നും ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവരല്ല. ഇവരുടെ പാർട്ടിയുടെ ഭരണഘടനയിൽ പോലും ജനാധിപത്യം എന്നൊന്നില്ല. ഇവരുടെ അടിസ്ഥാന ഗ്രന്ഥമായ മൂലധനത്തിലും ഈ ജനാധിപത്യം എന്നൊന്നില്ല. അതിനെതിരാണ്, ജനാധിപത്യത്തിനെതിരാണ്. അവർ പറയുന്നത് തൊഴിലാളി വർഗ സർവാധിപത്യം. അതായത് ഈ പാർട്ടി തൊഴിലാളി വർഗത്തിൻ്റെ പാർട്ടിയാണ് എന്നാണ് അവർ പറയുന്നത്. ഇന്ന് അതല്ല എന്നുള്ളത് നമുക്കറിയാം. ഇതിനകത്തിൽ തൊഴിലാളി വർഗത്തിൻ്റെ ആധിപത്യമൊന്നുമില്ല. ഇതുപോലെ കുറേ മുതലാളിമാർ, പിണറായി വിജയനെ നമ്മൾ ഒരു തൊഴിലാളി വർഗ നേതാവെന്ന് പറയാൻ ഒക്കത്തില്ല. ഒരു മുതലാളിയാണ് അദ്ദേഹം. കോടികളുടെ ആസ്തി ഉള്ള ഒരു മുതലാളി. മക്കളിൽ കൂടി ബിസിനസ് നടത്തുന്നു. നേരിട്ട് നടത്തുന്നില്ലെങ്കിലും മക്കളിൽ കൂടി ബിസിനസ് നടത്തുന്നു. ഇങ്ങനെ കോടികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന നേതാക്കന്മാരുടെ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ. അപ്പോൾ അത് തൊഴിലാളി വർഗ പാർട്ടി എന്ന് നമുക്ക് പറയാനൊക്കത്തില്ല, തൊഴിലാളി വർഗ ഭരണം എന്ന് പറയാനും ഒക്കത്തില്ല. നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ചൈനയിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്, കൊറിയയിൽ എന്താണ് ചെയ്യുന്നത്? അവിടെയെല്ലാം കമ്മ്യൂണിസ്റ്റ് ഭരണമാണ്. മുമ്പ് സോവിയറ്റ് യൂണിയനിലും അതായിരുന്നു, ചെക്കോസ്ലോവേക്കിയയിൽ അതായിരുന്നു, പോളണ്ടിൽ അതായിരുന്നു, ഇതെല്ലാമായിരുന്നു. ഈ ചൈനയും ഉത്തര കൊറിയയും ഒഴികെ ബാക്കിയുള്ള രാജ്യങ്ങളിലെല്ലാം കമ്മ്യൂണിസം തകർന്നതിന് ശേഷമാണ് അവർ ജനാധിപത്യം എന്താണ് എന്നുള്ള കാര്യം അറിയുന്നത് തന്നെ. അഭിപ്രായ സ്വാതന്ത്ര്യം അവർക്ക് ലഭിക്കുന്നതും കമ്മ്യൂണിസം ഇല്ലാതായതിനു ശേഷമാണ്. ഇതൊക്കെ ജനങ്ങൾ തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ 43 നിന്ന് ഈ 2-3 സീറ്റിലേക്ക് ചുരുക്കിയത്. അത് നമ്മൾ ഭാരതത്തിലെ ജനങ്ങൾ വിഡ്ഢികളാണ്, ഭാരതത്തിലെ ജനങ്ങൾ വിഡ്ഢികളാണെന്ന് പറയാക്കത്തില്ല. കാരണം കേരളത്തിലെ ജനങ്ങൾ വിഡ്ഢികളാണ്. കേരളം ഒഴികെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഉള്ള ജനങ്ങളാണ്, ഉത്തരേന്ത്യ ഉൾപ്പെടെയുള്ളിടത്തു നിന്നാണ് ഇവരെ ചവിട്ടിക്കൂട്ടി കേരളം എന്ന് പറയുന്ന ഒരു വേസ്റ്റ് ബിന്ന് പോലാന്നല്ലോ, ഒരു മൂലയ്ക്ക് കൊണ്ട് വെച്ചേക്കുന്ന സാധനം, അവിടോട്ട് അങ്ങ് ചുരുക്കിയത്. ബംഗാളിൽ നിന്ന് ഓടിച്ചു വിട്ടു, ത്രിപുരയിൽ നിന്ന് ഓടിച്ചു വിട്ടു, അവിടെ എല്ലാം ഭരണത്തിലിരുന്നതാണ്. അപ്പോൾ അവിടുത്തെ ഈ കേരളത്തിലെ ജനങ്ങൾ ഒഴിച്ച് മറ്റുള്ള പ്രദേശങ്ങളിലെ ജനങ്ങൾ ജനാധിപത്യം എന്താണെന്നും കമ്മ്യൂണിസത്തിൻ്റെ ദോഷം എന്താണെന്നും നന്നായി മനസ്സിലാക്കിയത് കൊണ്ടാണ് അവരെ ഭരണത്തിൽ നിന്ന് ഒഴിവാക്കി വിട്ടത്. ഇക്കാര്യം കേരളത്തിലും നല്ലൊരു ശതമാനം ജനങ്ങൾക്കറിയാം എന്താണ് കമ്മ്യൂണിസത്തിൽ കൂടി നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ അവരനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഇപ്പോൾ ഒരു പ്രതിഷേധിക്കാൻ പോലും ഒരു സാഹചര്യം ജനങ്ങൾക്ക് അനുവാദമില്ല. ഇപ്പോൾ അടുത്ത കാലത്തൊരു സർക്കുലർ ഇറങ്ങിയിരിക്കുന്നു. മുഖ്യമന്ത്രിയെ ബഹുമാനപ്പെട്ടതെന്ന് വേണം അഭിസംബോധന ചെയ്യാൻ എന്ന് ഒരു സർക്കുലർ തന്നെയാണ് സർക്കാർ ഇറക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിന് ബഹുമാനം ചോദിച്ചു വാങ്ങുന്ന അവസ്ഥ ഇതിനു മുമ്പുള്ള ഒരു മുഖ്യമന്ത്രിയും ചെയ്തിട്ടില്ലാത്ത കാര്യമാണ്. എന്നെ ബഹുമാനിക്കണം, അതുകൊണ്ട് എന്നെ അഭിസംബോധന ചെയ്യുന്നതിന് മുമ്പ് ബഹു ചേർക്കണം എന്ന് ഒരു മുഖ്യമന്ത്രിയും ഒരു ഭരണകാലത്ത് സർക്കാർ സർക്കുലർ ഇറക്കിയിട്ടില്ല. പക്ഷേ അതും ഇന്നത്തെ അവസ്ഥയിൽ, അതായത് കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൻ്റെ അവസ്ഥയിൽ എങ്ങനെയാണ് മാറിയെന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ ജനാധിപത്യത്തിൽ നേതാക്കന്മാർ ബഹുമാനിക്കേണ്ടത് ഈ ജനങ്ങളെയാണ്, ജനാധിപത്യമാണ്. അതിലൂടെ രാജാവെന്ന് പറയുന്ന ജനങ്ങളും, അതായത് വോട്ടർമാരും അവരുടെ ദാസന്മാരാണ് ഈ രാഷ്ട്രീയക്കാര് അല്ലെങ്കിൽ MLA-മാരായിട്ട് അവർ തിരഞ്ഞെടുക്കുന്ന ഓരോ മന്ത്രിമാരും. ഇത് നേരെ മാറ്റിമറിച്ച് ജനങ്ങൾ ഇവരെ ബഹുമാനിക്കണം എന്നുള്ള തരത്തിലേക്ക് നിലപാട് മാറ്റി. ഇപ്പോൾ ഉദ്യോഗസ്ഥർക്കാണ് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്, മുഖ്യമന്ത്രി അഭിസംബോധന ചെയ്യുമ്പോൾ ബഹു ചേർത്ത് ബഹുമാനപ്പെട്ടെന്ന് വേണം അഭിസംബോധന ചെയ്യാൻ എന്ന്. അടുത്ത പ്രാവശ്യം കൂടി CPM അധികാരത്തിൽ വന്നാൽ കർശനമായ ജനങ്ങൾക്ക് നിർദ്ദേശമെത്തും. നിങ്ങൾ മുഖ്യമന്ത്രിയോട് എന്തെങ്കിലും പറഞ്ഞാൽ, അല്ലെങ്കിൽ മന്ത്രിമാരോട് എന്തെങ്കിലും ആവശ്യപ്പെടുന്നതിന് മുമ്പ്, ഒരു നിവേദനം കൊടുക്കുന്നതിന് മുമ്പ് അതിനകത്തിൽ നിർബന്ധമായും ബഹു എന്ന് ചേർക്കണം എന്നുള്ള നിർദ്ദേശം വരും. അതുപോലെ നിവേദനത്തിൽ എന്തെങ്കിലും ആവശ്യം നമ്മൾ ചെയ്യാൻ അപേക്ഷിക്കുന്നു എന്നും എഴുതണം എന്ന് കർശനമായ നിർദ്ദേശം വരും എന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക. അതാണ് ഇന്നത്തെ കേരളത്തിൻ്റെ അവസ്ഥ. ആദ്യം ജനാധിപത്യം രാജ്യത്ത് കൊണ്ടുവരും. നമ്മൾ പറയും, നമ്മൾ നന്നായാൽ നമ്മളുടെ വീട് നന്നാകും, നമ്മളുടെ വീട് നന്നായാൽ നമ്മുടെ സമൂഹം നന്നാകും, സമൂഹം നന്നായാൽ നമ്മുടെ രാജ്യം നന്നാകും എന്ന് പറയുന്നതിൻ്റെ കൂട്ട് തന്നെയാണ് ജനാധിപത്യം. ആദ്യം സ്വന്തം പാർട്ടിയിൽ ജനാധിപത്യം കൊണ്ടുവരിക. ഞങ്ങൾ ജനാധിപത്യത്തിലാണ് വിശ്വസിക്കുന്നത്, ഏകാധിപത്യത്തിലല്ല എന്നുള്ള ഇത് അവരുടെ പാർട്ടിയുടെ ഭരണഘടനയെ കൊണ്ടുവരിക. ഇപ്പോഴത്തെ പാർട്ടി ഭരണഘടന അനുസരിച്ച് ജനറൽ സെക്രട്ടറിയെ പാർട്ടി നിശ്ചയിക്കും. ആ ജനറൽ സെക്രട്ടറി ആയിരിക്കും എല്ലാം ചെയ്യുന്നത്. അവർക്ക് ഭരണം കിട്ടിയാൽ പാർട്ടി ജനറൽ സെക്രട്ടറി ആയിരിക്കും ആ രാജ്യം ഭരിക്കേണ്ടത്, ഭരണത്തലവൻ. അതും അവര് ജനാധിപത്യത്തിൽ കൂടിയല്ല ഭരണം പിടിക്കണമെന്ന് തീരുമാനിച്ചിരിക്കും. ജനങ്ങൾ തിരഞ്ഞെടുത്ത് ഭരണത്തിൽ വരണമെന്നും അല്ല പറയുന്നത്. ചൈനയിലും സോവിയറ്റ് യൂണിയനിലും ഒക്കെ ഉത്തര കൊറിയയിലും ഒക്കെ നടന്നതുപോലെ വിപ്ലവം നടത്തി അപ്പോൾ ഭരണത്തിലുള്ള ജനങ്ങൾ തിരഞ്ഞെടുത്ത സർക്കാരാണെങ്കിൽ കൂടി അവരെ വിപ്ലവത്തിൽ കൂടി പുറത്താക്കിക്കൊണ്ട് ഭരണം പിടിക്കുക. അതായത് പാർട്ടിയുടെ സിദ്ധാന്തം അനുസരിച്ച് ഉന്മൂലനാശം, പാർട്ടി വിരുദ്ധരായിട്ടുള്ളവരെ ഉന്മൂലനം ചെയ്തുകൊണ്ട് ഭരണം പിടിക്കുക എന്നുള്ളതാണ് പാർട്ടി ഭരണഘടന തന്നെ പറയുന്നത്. അല്ലാതെ തെരഞ്ഞെടുപ്പിൽ കൂടി ജനങ്ങൾ തെരഞ്ഞെടുത്ത് ഭരണത്തിലേറുക എന്നുള്ള കാര്യമല്ല പാർട്ടി ഭരണഘടന പറയുന്നത്. അങ്ങനെയുള്ള പാർട്ടിയാണ് പറയുന്നത് ഭാരതത്തിൽ മോദി ഭരണത്തിൽ ജനാധിപത്യം തച്ചുടയ്ക്കപ്പെടുന്നുവെന്ന്, ജനാധിപത്യത്തിന് ഒരു വിലയില്ല എന്ന് പറയുന്നു. ഈ മോദി ഇതിപ്പോൾ മൂന്നാമത്തെ ടൈമിലും ഭരിക്കുന്നത് ജനങ്ങൾ തിരഞ്ഞെടുത്താണ് ഭരിക്കുന്നത്. മോദി ആദ്യം ഭരണത്തിലേറിയ സമയത്ത് മോദി ഇവിടുത്തെ നിയമം മാറ്റാൻ ശ്രമിച്ചില്ല. ഇവിടെ ഒരു ഏകാധിപത്യം വേണമെന്നോ ഇനി തെരഞ്ഞെടുപ്പ് വേണ്ടെന്നോ, തെരഞ്ഞെടുപ്പിൽ കൂടിയല്ലാതെ പാർട്ടി തീരുമാനിക്കുന്ന ആളായിരിക്കണം ഇവിടെ ഭരിക്കേണ്ടത് എന്നൊന്നുമല്ല. ചൈനയിലെ ഷീ ജിൻപിങ് എത്ര തെരഞ്ഞെടുപ്പ് മത്സരിച്ചിട്ടുണ്ട്? ചൈനയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ടോ? നടക്കുന്നില്ല. ജനങ്ങൾക്ക് അവരുടെ അഭിപ്രായം പ്രകടിപ്പിക്കാൻ ഒരു സാഹചര്യം അവിടെ ഇല്ല. തങ്ങളുടെ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം അവിടുത്തെ ജനങ്ങൾക്കില്ല. ഭരണത്തിലുണ്ടാകുന്ന അപാകതകളെ ചൂണ്ടിക്കാണിക്കാൻ അവിടുത്തെ ജനങ്ങൾക്ക് അവകാശമില്ല. അങ്ങനെയുള്ള ഒരു
പ്രസ്ഥാനമാണ് പറയുന്നത് നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ അല്ലെ BJP ഭരണത്തിൽ ജനാധിപത്യത്തെ ഇല്ലാതാക്കും എന്നുള്ളത്. എന്താ കഥ? ജനങ്ങൾ പൊട്ടന്മാരാണ്. കേരളത്തിലെ ജനങ്ങൾ പൊട്ടന്മാരും മണ്ടന്മാരുമാണ്, വിവരമില്ലാത്തവരുമാണ്, വിവരദോഷികളാണ് എന്ന് ചിന്തിച്ചുകൊണ്ടല്ലേ ഈ രാജ ഈ രീതിയിൽ, ഡാനിയൽ രാജ ഈ രീതിയിലുള്ള പ്രസ്താവന ഇറക്കിയത് എന്നുള്ള കാര്യം നമ്മൾ തന്നെ ചിന്തിക്കുക. അത്രയും മാത്രമേ നമ്മൾക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്.